ഇന്നലെയായിരുന്നു സ്വാതന്ത്ര്യദിനത്തിന്റെ ആഘോഷം. അതിൽ കോൺഗ്രസ് തന്നെ ഒരു വിവാദം ഉണ്ടാക്കാനും കോൺഗ്രസിന്റെ തനി നിറം എന്താണ്, അതായത് അവർക്ക് ഭാരതത്തോട് ഒരു തരത്തിലുമുള്ള സ്നേഹമോ കൂറോ ഒന്നും ഇല്ലെന്ന് ഇന്നലെ തന്നെ AICC ആസ്ഥാനത്ത് വെച്ച് സോണിയാഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും കാണിച്ചതാണ്. അതായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം, കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം, പാർലമെന്റിന്റെ നിർദ്ദേശപ്രകാരം വന്ദേ മാതരം മുഴുവനായിട്ട് പാടണമെന്ന ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. അത് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലെയും കർണാടകയിലും ഒക്കെ സംസ്ഥാനങ്ങളൊക്കെ അത് അനുസരിക്കുന്ന രീതി ഉണ്ടായി. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ, അതോടൊപ്പം തന്നെ മറ്റ് പല സ്ഥലങ്ങളിലടക്കം സർക്കാർ സ്ഥാപനങ്ങളടക്കം ഇന്നലെ വന്ദേ മാതരമൊക്കെ പാടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ AICC ആസ്ഥാനത്തേക്ക് എത്തിയപ്പോൾ ഡൽഹിയിൽ വെച്ചിട്ടാണ് ഈ ഒരു രണ്ട് ഖണ്ഡിക കഴിഞ്ഞതിന് ശേഷം വന്ദേ മാതരത്തിന്റെ ബാക്കി ഖണ്ഡിക പാടാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് സോണിയാഗാന്ധിക്കും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുന ഖാർഗെക്കും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു അസ്വസ്ഥത ഉണ്ടായത്. ഇന്നിപ്പോൾ അതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ അത് സോണിയാഗാന്ധിയെ എടുത്തിട്ട് കുടഞ്ഞിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതായത് രാജസ്ഥാനിലെ ചിറ്റോർഗഡിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് തറക്കല്ലിടുകയും ഉദ്ഘാടനം ചെയ്യുകയും ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. നിംബഹേറയിൽ 21 അടി ഉയരമുള്ള അടൽ പ്രതിമയുടെ ഉദ്ഘാടനവും 5959 കോടി രൂപയുടെ വികസന പദ്ധതികളുമാണ് ഇന്ന് രാജസ്ഥാൻ ഉദ്ഘാടനം ചെയ്തത്. അതേസമയം തന്നെ ഇതേ അവസരത്തിൽ വന്ദേ മാതരത്തെ അപമാനിച്ച കോൺഗ്രസ് നേതൃത്വത്തെ അദ്ദേഹം രൂക്ഷമായി വിമർശിക്കാനും മറന്നിട്ടില്ല. ഓഗസ്റ്റ് 15 നാം എല്ലാവരും 80ാം സ്വാതന്ത്ര്യ ദിനത്തിന് സാക്ഷ്യം വഹിച്ചതായി അമിത്ഷാ പറഞ്ഞു. എല്ലാ തവണത്തെയും പോലെ ഒരു മഹത്തായ പരിപാടി സംഘടിപ്പിച്ചു. എന്നാൽ ഇത്തവണ ഒരു മാറ്റമുണ്ടായി. എന്നെ പോലുള്ള കോടിക്കണക്കിന് ആളുകൾക്ക് ഈ മാറ്റം ഒരു വലിയ മാറ്റമായിരുന്നു. അത് മറ്റൊന്നുമല്ല, സ്വാതന്ത്ര്യത്തിന്റെ 80 വർഷത്തിന് ശേഷം ചെങ്കോട്ടയുടെ കൊത്തളങ്ങളിൽ വന്ദേ മാതരം ആലപിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചരിത്രത്തിൽ ആദ്യമായി ചെങ്കോട്ടയിൽ വന്ദേ മാതരം മുഴങ്ങിക്കെട്ടത് 2026 ഓഗസ്റ്റ് 15, അതായത് ഇന്നലെയാണ് ആദ്യമായി മുഴങ്ങിക്കെട്ടത്. അതൊരു ചരിത്രപരമായ താളുകളിൽ എപ്പോഴും കുറിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അത് എല്ലാവർക്കും ഒരു അഭിമാനം പുളകിതമാകുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതൊക്കെ കോൺഗ്രസിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമായി മാറുന്നു. കാരണം അവരുടെ സിരകളിൽ ഓടുന്നത് ചിലപ്പോൾ വിദേശ രക്തങ്ങളായിരിക്കണം. അതുകൊണ്ടായിരിക്കണം ഈ ജനഗണമനയും വന്ദേ മാതരവും ഒക്കെ കേൾക്കുമ്പോൾ അവർക്ക് വലിയ രീതിയിൽ ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നത്. ഞാൻ ഭാരത മാതാവിനെ വന്ദിക്കുന്നു, എന്നാൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം പിന്തുടരുന്നതിനായി കോൺഗ്രസ് വന്ദേ മാതരം മറന്നുപോയി എന്നാണ് അമിത്ഷാ പറഞ്ഞത്. സ്വാതന്ത്ര്യ ദിനത്തിൽ കോൺഗ്രസ് വന്ദേ മാതരത്തെ അപമാനിച്ചു എന്നാണ് അമിത്ഷാ പറഞ്ഞത്. ചെങ്കോട്ടയുടെ കൊത്തളത്തിൽ മോദി വന്ദേ മാതരം ആദരിച്ചു, പക്ഷേ കോൺഗ്രസ് ദേശീയ ഗാനത്തെ അനാദരിച്ചു എന്ന് അമിത്ഷാ പറഞ്ഞു. കോൺഗ്രസ് പാർട്ടി ആസ്ഥാനത്ത് വന്ദേ മാതരം ആലപിച്ചു, എന്നാൽ ഗാനം ആലപിക്കുമ്പോൾ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെ അത് നിർത്താൻ ആവശ്യപ്പെടുന്നു. നാം എല്ലാവരും അത് TV കണ്ടതാണ്. 80 വർഷങ്ങൾക്ക് ശേഷം ബെങ്കിം ബാബുവിന്റെ ഈ അനശ്വര മന്ത്രം വീണ്ടും ആദരവ് നേടുന്നു. കോൺഗ്രസിന് അത് ഇഷ്ടമില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. കൂടാതെ സോണിയാജി, 1.4 ബില്യൺ ജനങ്ങൾ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. ഈ രാജ്യത്തെ ജനങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഈ പാപത്തിന് മാപ്പ് നൽകില്ല. വന്ദേ മാതരം ആലപനം അപൂർണമായി ഉപേക്ഷിക്കുമെന്ന് ഒരാൾക്ക് എങ്ങനെ സ്വപ്നം കാണാൻ പോലും കഴിയും? ബെങ്കിം ബാബുവിന്റെ അമർത്യ ആത്മാവിനോട് ഈ രാജ്യത്തെ ജനങ്ങളോടും കോൺഗ്രസുകാർ കുപ്പകൈകളോടെ ശവാമണം നടത്തണമെന്നാണ് അമിത്ഷാ പറഞ്ഞത്. കോൺഗ്രസ് പാർട്ടി ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യദിന പരിപാടിയിൽ ദേശീയഗാനമായ വന്ദേ മാതരം ആലപിക്കുന്നതിനിടെ ഉന്നത നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ, മല്ലികാർജ്ജുന ഖാർഗെ എന്നിവർ കടുത്ത അനാദരവ് കാണിച്ചതാണ് വലിയ വിവാദമായി മാറിയത്. പരിപാടിയിൽ വന്ദേ മാതരം മുഴുവനായി ആലപിക്കുന്നതിനെ സോണിയാഗാന്ധി എതിർത്തുവെന്നാണ് BJP നേതാക്കളടക്കം ആരോപിച്ചത്. അതെല്ലാം നമ്മൾ ഇന്നലെ വീഡിയോയിൽ കൂടെ കണ്ടതാണ്. എന്തായാലും സോണിയാഗാന്ധിയുടെ പേരിൽ BJP വിവിധ സംസ്ഥാനങ്ങളിലടക്കം കേസുകൾ നൽകാനുള്ള ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. കൂടാതെ ഇത് AICC ആസ്ഥാനത്തെ ഒരു മുതിർന്ന നേതാവിന് താല്പര്യമുണ്ടായിരിക്കണം ഈ വന്ദേ മാതരം മുഴുവനായി കേൾക്കാനുള്ള ഒരു താല്പര്യം. ഇനിയിപ്പോൾ അത് മുഴുവനായിട്ട് പ്ലേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുക്കും എന്നുള്ള ഒരു ഭയവും ഉണ്ടാകണം. എന്തായാലും ഈ വന്ദേ മാതരത്തെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന കുറച്ച് നേതാക്കൾ എങ്കിലും കോൺഗ്രസിലേക്ക് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നലെയോട് തന്നെ സോണിയാഗാന്ധി KC വേണുഗോപാലിനോട് അതിർത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. KC വേണുഗോപാൽ പറഞ്ഞത് ഒരു സംഘടനാ പിഴവ് സംഭവിച്ചു എന്നാണ്. അങ്ങനെ ജയറാം രമേശ് പറഞ്ഞത് മല്ലികാർജ്ജുന ഖാർഗെക്ക് കസേര വേണം, അതാണ് സോണിയാഗാന്ധി ആവശ്യപ്പെട്ടത് എന്നടക്കമുള്ള ചില ക്യാപ്സ്യൂളുകളുമായിട്ടൊക്കെ ജയറാം രമേശൊക്കെ എത്തി. എന്തായാലും ഇത് കോൺഗ്രസിന്റെ തനി നിറം എന്താണ് എന്നുള്ളത് ജനങ്ങൾ ഇന്നലെ ലൈവായിട്ട് തന്നെ കണ്ടു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത് BJPക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു വജ്രായുധമായി ഈ സാധനം മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വന്ദേ മാതരത്തെ അപമാനിച്ചു എന്ന തരത്തിൽ ജനങ്ങൾക്ക് ഇപ്പോൾ പൂർണ്ണമായി മനസ്സിലായിരിക്കുന്നു കോൺഗ്രസിന്റെ യഥാർത്ഥ തനി നിറം എന്താണ് എന്നുള്ളത്.